നമസ്കാരം. കോൺഗ്രസ് നേതാക്കളായ ഗാന്ധി കുടുംബത്തിലെ സന്തതികളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഏതാണ്ട് ഭ്രാന്തെടുത്ത അവസ്ഥയിലാണ്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ എത്തരത്തിലൊക്കെ ആ പദവിയിൽ നിന്ന് താഴെ ഇറക്കി സ്വയം അധികാരത്തിലെത്തുവാൻ ഗാന്ധി കുടുംബം എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദി തന്നെ പറഞ്ഞതുപോലെ ഗാന്ധിയുടെ പേര് മോഷ്ടിച്ച് ഗാന്ധി കുടുംബമായ കുടുംബത്തിലെ പുതുതലമുറ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുവാൻ ശ്രമിക്കുന്ന പുതുതലമുറ ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി അവർക്ക് അധികാരത്തിലെത്തുവാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടത്തി നോക്കി. എല്ലാത്തിലും അവർ പരാജയപ്പെട്ടു. ആ പരാജയങ്ങളുടെ കയ്പുനീര് കുടിച്ചതിൽ ഉണ്ടായ ഒരു അമർഷം അല്ലെങ്കിൽ ഒരു നിരാശാബോധം അവരെ പിടികൂടി. ആ നിരാശാബോധത്തിൻ്റെ പരിണാമഫലമായി ഉണ്ടായ അമർഷത്തിൽ നിന്ന് ഏതാണ്ടൊരു ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നിരവധി വാർത്താമാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിലുള്ളൊരു വിശകലനം തന്നെ നടത്തിയിരുന്നു. വെറും തെരുവ് ഗുണ്ടകളെ പോലെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പെരുമാറുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ജനങ്ങളുടെ മുന്നിലും എത്തിയിരുന്നു. കാരണം ലോക്സഭയിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയത്തിന് ചർച്ചയിൽ പ്രധാനമന്ത്രി മറുപടി പറയുവാനുള്ള അവസരം വന്നപ്പോൾ വനിതാ MP-മാരെ ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ ഖരാവോ ചെയ്ത് ഏതാണ്ട് ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടെത്തിച്ചു. രാഹുൽ ഗാന്ധി ലോക്സഭയ്ക്ക് പുറത്തായിരുന്നു. ലോക്സഭയ്ക്കുള്ളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇത്തരം ഗുണ്ടകളുടെ പ്രവർത്തികൾ എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങളെ നിയന്ത്രിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ വനിതാ MP-മാരെ വളരെ തന്ത്രപൂർവ്വം തന്നെ നിയോഗിച്ചതാണ്. വാർത്താമാധ്യമങ്ങളിലൊക്കെ വരുന്നത് പോലെ പ്രധാനമന്ത്രിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പോകുന്നില്ല. കാരണം SPG ഉൾപ്പെടെ ഉള്ളവർ ഇടപെടുകയും അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡ് ഇടപെടുകയും തടയുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സംഭവം നീങ്ങിയിരുന്നെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ വനിതാ MP-മാരെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കയ്യേറ്റം ചെയ്യിപ്പിച്ചു എന്നുള്ളൊരു ആരോപണവുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇറങ്ങിയേനെ. പക്ഷെ കൃത്യമായ സമയത്ത് കൃത്യമായ നയപരമായ ഇടപെടലിലൂടെ ശ്രീ കിരൺ റിജ്ജു ഉൾപ്പെടെയുള്ളവർ രംഗം ശാന്തമാക്കുകയും ലോക്സഭ പിരിയുകയും ചെയ്തതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രചരണത്തിലുള്ളൊരു അവസരം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നഷ്ടപ്പെട്ടു. സമാനമായൊരു സംഭവം ഉണ്ടായി. തത്വമയി ന്യൂസിലൂടെ തന്നെ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു, പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു രാജ്യദ്രോഹി എന്നുള്ള വിളി രവനീത് സിംഗ് ബിഡ്ഡു എന്ന കേന്ദ്ര സഹമന്ത്രിയെ, മുൻപ് കോൺഗ്രസിലെ അംഗമായിരുന്നു അദ്ദേഹം BJP-യിലേക്ക് മാറി. BJP-യിലേക്ക് എത്തിയ അദ്ദേഹത്തെ ലോക്സഭയിൽ ബഹളമുണ്ടാക്കി മേശപ്പുറത്ത് ചാടിക്കയറിയതിനുമൊക്കെ സസ്പെൻഷൻ വാങ്ങി പുറത്തിരിക്കുന്ന ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള MP-മാരോടൊപ്പം ലോക്സഭയുടെ കവാടത്തിൽ പ്രതിഷേധം നടത്തുകയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിലൂടെ ശ്രീ രവനീത് സിംഗ് ബിഡ്ഡു നടന്നു പോകുമ്പോൾ ദാ പോകുന്നു ഒരു ഗദ്ദാർ, ട്രൈറ്റർ എന്ന് അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. താനാണ് രാജ്യദ്രോഹി അല്ലെങ്കിൽ ദേശ് കാ ദുഷ്മൻ എന്ന് രവനീത് സിംഗ് ബിഡ്ഡു തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സിഖ് സമുദായക്കാർക്ക്, സർദാർജിമാർക്ക് അവരെ അസഭ്യവർഷം നടത്തുന്നതിൽ ഏറ്റവും ദേഷ്യം വരുന്ന ഒരു പദപ്രയോഗമാണ് ഗദ്ദാർ എന്ന പ്രയോഗം. കാരണം അവരെപ്പോലെ ഖാലിസ്ഥാനികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഖാലിസ്ഥാനി ഭീകരവാദികളുടെയിലേക്ക് നമുക്ക് വരാം. കാരണം ഗാന്ധി കുടുംബത്തെ പരാമർശിക്കുമ്പോൾ ഖാലിസ്ഥാനികളെ സ്പർശിക്കാതെ കടന്നു പോകുവാൻ സാധിക്കില്ല. ഗദ്ദാർ എന്ന പ്രയോഗം സിഖുകാരിൽ ഏറ്റവും അമർഷമുണ്ടാക്കുന്ന, ഏറ്റവും പ്രതിഷേധമുയർത്തുന്ന ഒരു പ്രയോഗമാണ്. കാരണം അവരെപ്പോലെ ദേശസ്നേഹികളായിട്ടുള്ളൊരു വിഭാഗത്തെ കാണുവാൻ പ്രയാസമാണ്. ആധുനിക ഭാരതത്തിൽ മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ മുഗളന്മാരുടെ അധിനിവേശ കാലത്ത് പോലും രഞ്ജിത് സിംഗിനെ പോലുള്ളവർ മുഗളന്മാർക്കെതിരെ പടപൊരുതിയ ചരിത്രം നമ്മുടെ കൺമുമ്പിലുണ്ട്. എന്തിനു പറയുന്നു, സിഖ് ഗുരുക്കന്മാർ തന്നെ ഖാൽസ പ്രഖ്യാപിച്ചത്, അതായത് മുഗളന്മാർക്കെതിരെ പടപൊരുതുവാനായിട്ട് നിങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കൂ, ഭാരതത്തെ രക്ഷിക്കൂ എന്നൊരാശയം മുന്നോട്ട് വെച്ച് ഖാൽസ സൃഷ്ടിച്ചത് ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഒപ്പം തന്നെ ഹരിസിംഗ് നാൾവെ പോലെ, രഞ്ജിത് സിംഗിൻ്റെ പടത്തലവനായിരുന്ന ഹരിസിംഗ് നാൾവെ പോലുള്ളവർ കശ്മീരിലെ അഫ്ഗാൻ ഇസ്ലാമിക ഭീകരരുടെ ആക്രമണത്തിൽ നിന്ന് കശ്മീരി പണ്ഡിറ്റുകളെ രക്ഷിച്ച് ഏതാണ്ട് കശ്മീരിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് സിഖുകാരെ പോലെ
സർദാർജിമാരെ പോലെ ദേശസ്നേഹമുള്ളവരെ, ദേശസ്നേഹത്തിൻ്റെ ഇത്രയും ഉജ്ജ്വലമായ ഒരു നീണ്ട ചരിത്രം സിരകളിൽ ഉൾക്കൊണ്ടവരെ ഭാരതത്തിൽ കാണുവാൻ പ്രയാസമാണ്. അത്തരത്തിലുള്ളൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഗദ്ദാർ അഥവാ ചതിയൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അതൊരു സമുദായത്തെ തന്നെ അപമാനിക്കലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേതും വേണ്ട. ആ സമുദായത്തെ രവനീത് സിംഗ് ബിഡ്ഡുവിനെ വ്യക്തിപരമായി മാത്രമല്ല രാഹുൽ ഗാന്ധി അപമാനിച്ചിരിക്കുന്നത്, സിഖ് സമുദായത്തെ മൊത്തമായിട്ട്, സിഖ് സമുദായത്തെ മുഴുവനായി അദ്ദേഹം അപമാനിച്ചു എന്നുള്ള കാര്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. വെറുതെ പറയുന്നതല്ല അത്. കാരണം സിഖ് സമുദായത്തോട് എന്നും ഉള്ളിലൊരു പകയോ അമർഷമോ ദേഷ്യമോ ഒക്കെ കൊണ്ടു നടക്കുന്നതാണ് ഈ വ്യാജ ഗാന്ധി കുടുംബം. അതിൻ്റെ കാരണമായി പലരും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയെ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഖാലിസ്ഥാനി ഭീകരവാദികൾ വധിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല കാരണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഖാലിസ്ഥാനി തീവ്രവാദികളിൽ ഏറ്റവും കുപ്രസിദ്ധനായിരുന്ന ഭിന്ദ്രൻവാലയെ പഞ്ചാബിൽ വളർത്തിയെടുത്ത് അകാലിദൾ എന്ന പാർട്ടിയുടെ ഒരു സ്വാധീനം പഞ്ചാബിൽ കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭിന്ദ്രൻവാലയെ വളർത്തിയെടുത്തത്. അത് ചെയ്തത്, അതിന് പൂർണ്ണ പിന്തുണ നൽകി ഭിന്ദ്രൻവാലയെ വളർത്തിയെടുത്തത് കോൺഗ്രസ് തന്നെയാണ്, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തന്നെയാണ്. അവർ വളർത്തി വലുതാക്കിയൊരു വിഷപ്പാമ്പ് അവരെ തിരിഞ്ഞുകൊത്തി എന്നുള്ളത് മാത്രം. കാരണം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രീതിയിൽ ഭിന്ദ്രൻവാല വളർന്നപ്പോഴാണ് സുവർണക്ഷേത്രത്തിലേക്ക് ആക്രമണം നടത്തി ഭിന്ദ്രൻവാലയെ വധിക്കേണ്ട ഒരവസ്ഥ സംജാതമായത്. ആ സുവർണക്ഷേത്രത്തിലെ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ്, സുവർണക്ഷേത്രത്തിൽ പട്ടാളക്കാർ കയറിയ സംഭവത്തിൻ്റെ പരിണാമമായിട്ടാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. അവരെ വധിച്ചതും ഖാലിസ്ഥാനി ഭീകരവാദികളാണ്. അതുകൊണ്ടൊരു പക കോൺഗ്രസ്സുകാരുടെയോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെയോ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെയോ മനസ്സിലുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ നാം കാണുന്ന വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഖാലിസ്ഥാനി ഭീകരവാദികൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അവരുടെ പഴയ രൂപത്തിലുള്ള ഭീകരവാദത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വിദേശത്ത് പലരും ഖാലിസ്ഥാനി ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഖാലിസ്ഥാനി ആശയ പ്രചാരകരുടെ ഏറ്റവും വലിയ പരിപോഷകരായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുമായിട്ട് ഡൽഹിയിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, പഞ്ചാബിലാവട്ടെ സഖ്യത്തിന് വേണ്ടി യാചിച്ച് പിന്നാലെ നടന്ന ചരിത്രമാണ് ഇന്നത്തെ കോൺഗ്രസിനുള്ളത്. തന്നെയുമല്ല, ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് അവർ സഖ്യത്തിലുമാണ്. ഖാലിസ്ഥാനികളെ പരസ്യമായി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തള്ളിപ്പറയുകയുമില്ല. എന്നാൽ രാജ്യസ്നേഹികളായ സിഖുകാരെ, സിഖ് വംശജരെ, സർദാർജിമാരെ അവർക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ താനും. അതിൻ്റെ കാരണം രാജ്യസ്നേഹികളായിട്ടുള്ള സിഖുകാർ ഒരിക്കലും ഇന്ദിരാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിനെയോ ഒരുപാട് കാലം അംഗീകരിച്ചിരുന്നില്ല. ചിലർ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഗ്യാനി സെയിൽ സിംഗിനെ പോലുള്ളവർ ഇന്ദിരാഗാന്ധി ചെരുപ്പ് തുടയ്ക്കാൻ പറഞ്ഞാലും ഞാൻ തുടയ്ക്കുമെന്നുള്ള സിഖുകാർക്ക് അപമാനകരമായിട്ടുള്ള രീതിയിലേക്ക് തരം താണിട്ടുണ്ടാവാം. മൻമോഹൻ സിംഗിനെ പോലുള്ളവരുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സിഖുകാരുടെ ഇടയിലെ ഒരു ഭൂരിഭാഗം എന്നും കോൺഗ്രസിനെതിരായി തന്നെ രാജ്യസ്നേഹത്തെ മുറുകെ പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു സമുദായത്തിനോട് ഈ വ്യാജ ഗാന്ധി കുടുംബത്തിന് വെറുപ്പുണ്ടാകുക എന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമേ അല്ല. ആ വെറുപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീ രവനീത് സിംഗ് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി അപമാനിക്കുവാൻ ശ്രമിച്ചത്. ഇനി ഈ ഒരു അപമാനം സിഖ് സമുദായത്തിന് നേരെ നടത്തി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഈ അമർഷത്തിൻ്റെയും പരാജയത്തിൻ്റെ കയ്പ് നീര് തുടർച്ചയായി കുടിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു വിഷമത്തിൻ്റെയും ഒക്കെ പരിണാമമാണെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു പരിണാമം, ഈ ഒരു പ്രവൃത്തി മാത്രമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നത്. ജൻസി കലാപം ഉണ്ടാക്കുവാനായിട്ട് വോട്ട് ചോരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാജ ആരോപണവുമായി മുന്നോട്ട് വന്ന് ശ്രമിക്കുന്നു, നടക്കുന്നില്ല. നരേന്ദർ സറണ്ടർ എന്നുള്ള വ്യാജാരോപണം നടക്കുന്നു, അത് പൊളിഞ്ഞു വീഴുന്നു. ഇത്തരത്തിലുള്ള ഓരോ ശ്രമങ്ങളും പരാജയപ്പെടും തോറും കൂടുതൽ ആക്രമണാത്മകമായ ഒരു സകാരാത്മകമായ ആക്രമണോത്സുകയല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു പോസിറ്റീവ് അഗ്രസീവ്നെസ് എന്ന് പറയും അതിന്. അത്തരത്തിലുള്ളൊരു അഗ്രസീവ്നെസ് പല രാഷ്ട്രീയ നേതാക്കളും പ്രകടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു സകാരാത്മകമായിട്ടുള്ളൊരു ആക്രമണോത്സുകതയല്ല രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നത്. തീർത്തും നകാരാത്മകമായ നെഗറ്റീവായിട്ടുള്ള ഒരു ആക്രമണ സ്വഭാവമാണ്
ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിലുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് ഓരോ ദിവസവും രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി, ഇനി റോബർട്ട് വധേരയുമായിട്ട് ചേർന്ന് മറ്റെന്തെങ്കിലും ഉദ്ദേശം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാലും ഈ ഗാന്ധി സഹോദരങ്ങൾ, വ്യാജ ഗാന്ധി സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം, അവർ ഒരു തെരുവ് ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന് ഭാരതത്തിൻ്റെ പരമോന്നത സഭകളായിട്ടുള്ള ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഗുണ്ടാ സംസ്കാരം കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളത് കാണണം, കണ്ട് അതിന് പ്രതികരിക്കണമെന്നുള്ളതാണ്. ഈ ജൻസി കലാപം ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് പ്രതികരണം കൊണ്ട്. ഓരോ സമ്മതിദാനാവകാശത്തിലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകുവാനുള്ള യോഗ്യത കൈക്കൊണ്ട രാഷ്ട്രീയ നേതാക്കളല്ല എന്നുള്ള സന്ദേശം കൂടുതൽ വ്യക്തമായി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വ്യാജ ഗാന്ധി കുടുംബത്തിനും നൽകിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ യോജിച്ച പ്രതികരണവും മറുപടിയും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിൽ അറിയിക്കുക. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.